ഇന്ന് രാവിലെ പൂരിയാണ്. പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഉഴുന്ന് നല്ല ബ്രൗൺ കളറാവണം. നന്നായിട്ടത് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒനിയൻ നമ്മൾ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റണം. ഒന്ന് ജസ്റ്റ് കുറച്ച് സോൾട്ട് കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. സോൾട്ട് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിനെ വഴറ്റുക. നല്ല പോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ കുറച്ച് ടേമറിക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ കൂടെ ഗ്രീൻ ചില്ലീസ് ഇടണം. നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ വഴറ്റണം. നന്നായിട്ട് അത് കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച അതൊന്ന് മാറുമ്പോഴേക്കും അതിനകത്ത് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. കട്ടൊന്നും ചെയ്യേണ്ട, അതിനങ്ങ് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് അതിനെ വഴറ്റുക. നന്നായിട്ടൊന്ന് അതും കൂടെ വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ അതും ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ടൊമാറ്റോസ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ടത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാനുള്ള സ്മാഷ് പൊട്ടറ്റോസ് റെഡിയാക്കി വെക്കണം. ആ സമയം കൊണ്ട് ഇന്ന് പൂരിയും കറിയാണെന്ന് പറഞ്ഞല്ലോ, ഇതേ സമയത്ത് തന്നെ പൂരിയും അപ്പോഴത്തേക്ക് റെഡിയാകുന്നുണ്ട്. അതൊരു സൈഡിൽ കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയം കൊണ്ട്. അപ്പോഴേക്കും സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കണം, സ്മാഷ്ഡ് പൊട്ടറ്റോസ്. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ സ്മാഷ് പൊട്ടറ്റോ എടുത്ത പ്ലേറ്റിലേക്ക് കുറച്ച് ഹോട്ട് വാട്ടർ എടുത്ത് മിക്സ് ചെയ്ത് അതുകൂടെ ഇതിലേക്ക് ഒഴിക്കണം. കാരണം എന്താ വെച്ചാൽ എല്ലാ മസാലകളും നമ്മൾ വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഒന്ന് സെറ്റായി വരാൻ എപ്പോഴും കുറച്ച് വെള്ളം ചേർക്കുന്നത് നല്ലതാണ്. ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം പൂരിയും റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി എടുത്ത് വെച്ച് പൂരിയും ബാജിയും 1 കപ്പ് കോഫി. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വളരെ ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതെല്ലാം പാരലായിട്ട് നടക്കുകയും ചെയ്യും.